ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ വിഷുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ദിവസം വിഷുവിൻ്റെ തലേ ദിവസം, അതായത് വെടിയൊക്കെ പൊട്ടിക്കുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ധൻഷുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് സായോ, അവിടെ ഒരുപാട് കണിക്കൊന്നയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മളിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്നിട്ട് കിണ്ടിയിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, വാടാതിരിക്കാൻ. അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ച് ചെടിക്ക് നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയതിന് ശേഷം ഇന്ന് ഫുള്ള് പണികളായിരുന്നു കേട്ടോ. അതായത് വിഷുവിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ് പരിപാടി അങ്ങനത്തെ എല്ലാം ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾ ചെടിക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ചെടിക്ക് വെള്ളം നനക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചെടികൾ. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ല. കാരണം അച്ചാച്ചൻ നമ്മളെ വേർപിരിഞ്ഞ് പോയിട്ട് അത്രയും ആയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുടക്കരുത് എന്നുള്ള രീതിക്ക് കണി വെക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. വെടി പൊട്ടിച്ച് ആഘോഷിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ തുളസി പറിച്ചെടുക്കുന്നത് വെച്ചാൽ കൃഷ്ണന് മാല ചാർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെമ്പരത്തിയും തുളസി ഇലയൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ കൊല്ലവും അങ്ങനെ ചെയ്യുന്നതാണ്. കൃഷ്ണന് മാല ചാർത്താന്നുള്ളത്. അപ്പോൾ ചെമ്പരത്തിയും തുളസിയും ഒക്കെ വെച്ചിട്ടാണ് മാല ചാർത്തി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മാല സൂചി നൂല് വെച്ച് കോർത്തെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാത്രി എല്ലായിടത്തും വെടിയൊക്കെ പൊട്ടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വെടിയൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും ഇതുപോലെ പുറത്തിരിക്കുന്ന എണ്ണേനെ വെടിയൊക്കെ പൊട്ടുന്നത് കാണാൻ വേണ്ടി. അപ്പം അമ്മ വിഷു കണി കാണേണ്ടതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ പ്രാവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളൊരു കണ്ടത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് എരിഞ്ഞ് കത്തിക്കുക. വിഷുവിന് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് എരിഞ്ഞ് കത്തിക്കുക എന്നാണ്, എരിഞ്ഞിക്കോട്ട എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് എരിഞ്ഞ് കത്തിക്കുന്ന കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു രസമായിരുന്നു എല്ലാവരും കൂടി ഇതുപോലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിറ്റേന്ന് പുലർച്ചെ എണീച്ച് കണിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണി. ഇപ്പോൾ കണിയൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് നേരം പുലർന്നതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം ഇന്നത്തെ ഫുഡ് ബിരിയാണിയാണ് വെക്കുന്നത്. അതിൻ്റെ ഇതായിട്ട് കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് സവാളയാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം തക്കാളി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സവാളയും ഫുള്ളായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഓൾറെഡി പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മട്ടനാണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തക്കാളിയും ഇതും കൂടെ ഇട്ടിട്ട് സവാളയും ഇപ്പോൾ സവാളയും ഉള്ളിയും ഒന്ന് നല്ലപോലെ വഴണ്ടതിന് ശേഷം ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അതിൽ മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഫുൾ പാകാവുന്ന വീഡിയോ ഒന്നും. പിന്നെ നമ്മൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഒരു സ്പ്രൈറ്റ് കുടിക്കണം എന്ന് തോന്നിയിട്ട് അതൊന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കുടിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതുപോലെ പതഞ്ഞ് പൊങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊക്കെ താഴ്ന്നു പോയി. ഭയങ്കര ഇഷ്ടമാണ് സ്പ്രൈറ്റ് കുടിക്കാൻ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് മല്ലി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയതിന് ശേഷം പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ പായസം മിക്സാണ്. ഇത് നമ്മൾ പരസ്യം കണ്ടിട്ടാണ് മേടിച്ചത്. പക്ഷേ നല്ല രീതിക്ക് അബദ്ധമായിരുന്നു പറ്റിയത്. കാരണം ഇതിൽ ഇത്ര വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടേസ്റ്റ് മീൻസ് ഒരു പാല് നമ്മൾ സാദാ കാച്ചി കുടിക്കുന്ന പോലെ അതിൽ കുറച്ച് മധുരം ഇട്ട് കുടിക്കാൻ അതേ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാര്യമായിട്ട് ഇതിൽ ഒന്നും തന്നെ കടിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പായസം കുടിച്ച് ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും പായസം ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ ധൻഷു ബേബിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ധൻഷു ബേബിക്ക് ഫസ്റ്റ് നമ്മൾ ഫുഡ് കൊടുക്കും. എല്ലാവരും ഒന്നിച്ച് എത്തുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അവരൊക്കെ 2 മണി ആ ഒരു സമയത്താണ് എത്തിയത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ധൻഷുവിന് കൊടുത്തു. ഇനി ക്ലോക്ക് നമ്മൾ ഓൺലൈനിൽ മേടിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. അത് വിഷുവിന് ദിവസം തന്നെയാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഫുഡ് അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുമെന്ന്. ഹസ്ബൻഡിനാണ് എല്ലാ പ്രാവശ്യവും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചോറ് തിന്നണം. ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ കുളിച്ചിട്ട് ചോറ് തിന്നാമെന്ന് കരുതിയിട്ട് ഞാനും അമ്മയും കുളിച്ചിട്ടാണ് കേട്ടോ ചോറൊക്കെ കഴിക്കുന്നത്. അമ്മ എല്ലാ വിഷുവിൻ്റെ സമയത്തും കുളിച്ചിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുക എന്തെങ്കിലും ആഘോഷം ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി വരുമ്പോഴാണ് നല്ല അടിപൊളി മഴ കേട്ടോ.
എനിക്കിന്ന് ഈവനിങ്ങിൽ കുറ്റ്യാട്ടൂർ വീട്ടിലേക്ക് പോകണം. അപ്പം നല്ല മഴയുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഞാനും തനിച്ചും ഇവിടെ മഴയും ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മഴയൊന്ന് തോർന്നിട്ട് മെല്ലെ നമ്മൾ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് കരുതി നിൽക്കുന്ന കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ചൂട് സമയത്ത് നമുക്ക് നല്ലൊരു കുളിർമ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ധനുഷു ബേബി എന്താ പണിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുറ്റത്ത് അരുവിന് വെച്ച ചെരുപ്പൊക്കെ അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടത്തേക്ക് പൊറുക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ എന്താ പറയുക, പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ മഴ നനഞ്ഞ ചെരുപ്പ് ഇട്ടിട്ട് എനിക്കത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ധനുഷുവിന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവരും ചെരുപ്പ് എടുത്തിട്ട് അവൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മഴ തുറന്നപാട് നമ്മൾ കുറ്റ്യാട്ടൂർ പോകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും അവിടെ എത്തിയിട്ടുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.